നമുക്ക് കാസർഗോഡ് പോകാം. ഓക്കെ, നമുക്ക് കാസർഗോഡ് വരികയാണെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ കാഞ്ഞങ്ങാട് UDF മുന്നിട്ട്, കാഞ്ഞങ്ങാട് ഇപ്പോൾ LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ തവണ കാഞ്ഞങ്ങാട് LDF തന്നെയാണ് മുന്നിട്ട് നിന്നത്. കാസർഗോഡ് അത് UDFന്റെ കോട്ടയാണ്. ഇത്തവണ കാസർഗോഡ് UDF മുന്നിട്ട് നിൽക്കുന്നു. ഇനി നീലേശ്വരം ആ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഫലം നമുക്ക് അറിയേണ്ടതുണ്ട്. അത് വരുന്നതേ ഉള്ളൂ. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് UDF ഇത്തവണ തിരിച്ചുപിടിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ജില്ലാ പഞ്ചായത്തിന്റെ റിസൾട്ട് അത് ഏകദേശം ഒരു ഒപ്പത്തിനൊപ്പം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇനി ബ്ലോക്കിലേക്ക് വരികയാണെങ്കിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് UDF, കാസർഗോഡ് ഏകദേശം ബലാബലം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാസർഗോഡ് എടുത്തു വരേണ്ട ഒരു കാര്യമുണ്ട്. 3 പഞ്ചായത്തുകളിൽ ബേലൂർ, ഒപ്പം തന്നെ മതിക്കൈ, മൂളിയാർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. പള്ളിക്കര പഞ്ചായത്തിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. ഉദുമ പഞ്ചായത്തിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. അജനൂർ പഞ്ചായത്തിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. ബേദടുക്ക പഞ്ചായത്തിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. ബേലൂർ പഞ്ചായത്തിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. NDA 3 പഞ്ചായത്തുകളിൽ കാസർഗോഡ് മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു വാർത്ത ഈ ഒരു ഘട്ടത്തിൽ നൽകാനുണ്ട്. കഴിഞ്ഞ തവണയും 3 പഞ്ചായത്തുകളിൽ BJP മുന്നിട്ട് നിന്നിരുന്നു. 15 പഞ്ചായത്തിൽ UDF ആയിരുന്നു. LDF 19 പഞ്ചായത്തിലായിരുന്നു. ഇത്തവണ LDF 7 പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. UDF 2 പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. NDA 3 പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. ബാക്കിയുള്ളവരുടെ ഫലങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇതാണ് കാസർഗോഡിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാസർഗോഡ് പ്രതീക്ഷ പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ UDFന് മുന്നിട്ട് നിൽക്കാൻ സാധിക്കുമോ, പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് കാസർഗോഡിന്റെ ചിത്രം. റോജി, തീർച്ചയായിട്ടും ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വിജയം വന്നിരിക്കുന്നത് പറയുകയാണെങ്കിൽ വാർഡുകളുടെ കാര്യമാണ്. UDF 16 വാർഡുകളിൽ അങ്ങോളം ഇങ്ങോളമാണ് കണക്കാണ്. 16 വാർഡുകളിൽ വിജയിച്ചിട്ടുണ്ട്. LDF 10 വാർഡുകളിൽ വിജയിച്ചിട്ടുണ്ട്. അതേഴ്സ് 5 വാർഡുകളിലും NDA 9 സ്ഥലങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ വിജയിച്ചവരുടെ ഒരു ചിത്രം. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏതെല്ലാം വാർഡുകളിൽ ആണ് എന്നുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വരുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് UDF 16 സ്ഥലങ്ങളിലും LDF 10 സ്ഥലങ്ങളിലും NDA 9 സ്ഥലങ്ങളിൽ വിജയിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. AV ഗോപിനാഥ് തോറ്റു എന്ന് പറയുന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്.